എഴുതിയതല്ല, എന്നെ കൊണ്ട് എഴുതിപ്പിച്ചതാണ്. ഞാൻ ആ പുസ്തകത്തിൻ്റെ അവസാനം എഴുതുന്നുണ്ടല്ലോ, ഈ പുസ്തകത്തിൽ തുടർച്ചയുണ്ടാവും, അതിൻ്റെ പേര് ശിവയോഗി. ഉണ്ടാകണമെന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആ പ്രസൻസ് കണ്ടു എന്ന് പറഞ്ഞു. പുസ്തകത്തിൻ്റെ പ്രകാശന ദിവസം നമ്മൾ നേരത്തെ തന്നെ ആരാണ് പ്രകാശനം ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു. അപ്പം ശ്രീജിത്തേട്ടൻ, നമ്മൾ പൈങ്കിളി സിനിമയുടെയൊക്കെ സംവിധായകനും നടനുമായ ശ്രീജിത്തേട്ടൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. ഞാൻ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ കുറേ ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ. അപ്പം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ളതാണ്. ഹരിച്ചേട്ടനെ വിളിച്ചു, ഹരിച്ചേട്ടൻ വരാമെന്ന്, ഹരിപത്മനാഭനും വരാമെന്ന്. അപ്പോൾ ഹരിച്ചേട്ടൻ പക്ഷേ സുഖമില്ലാത്തതുകൊണ്ട് തലേന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഗുരുക്കന്മാരുണ്ട്, അത്രയും വേദിയിൽ എൻ്റെ ഫാമിലിയുണ്ട്, ഈ സൂരജിൻ്റെ കുട്ടുവിൻ്റെ സൂരജ് കൃഷ്ണയുടെ ഫാമിലിയുണ്ട്. അവരെല്ലാം കൂടി നിന്നിട്ടാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് എല്ലാവരും പൊട്ടിച്ചപ്പോൾ തസ്മൈ ഗുരുജിയുടെ കയ്യിലിരിക്കുന്ന പുസ്തകം പൊട്ടിച്ചപ്പോൾ ഇങ്ങനെ കവറിൽ തന്നെ പിടിച്ചിരിക്കുകയാണ്. നമ്മൾ പ്രത്യേക തരം പാക്കിങ്ങും കൂടി ഇതിന് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ആ പാക്കിങ്ങിൽ നിന്ന് ഞാനാണ് ഈ പുസ്തകം പുറത്തെടുത്ത് ഗുരുജിയുടെ കയ്യിലേക്ക് കൊടുത്തു. രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന ഇവൻറ്റിൽ ഒരു നിമിഷം പോലും കറണ്ട് പോയിട്ടില്ല. അതിനുള്ള സാഹചര്യമില്ല, കാരണം വലിയ പവർ യൂണിറ്റ് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നത് വിളിച്ച് ഞങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ട് വിത്ത് ഫുൾ ഫ്യൂവൽ. പുസ്തകം അങ്ങോട്ട് കൊടുത്തു. ബാക്കിൽ LED വാളടക്കം സൗണ്ട് സിസ്റ്റം അടക്കം മുഴുവൻ കാര്യങ്ങളും അവിടെ അണഞ്ഞു.